ഫെബ്രുവരി 9 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അപ്പോളോണിയ, വിശുദ്ധ ആൾട്ടോ, വിശുദ്ധ അമ്മോൺ, വിശുദ്ധ എമീലിയാൻ, വിശുദ്ധ ലാസായ്, വിശുദ്ധ അമ്മോണിയൂസും അലക്സാണ്ടറും, വിശുദ്ധ ആൻസ്ബർട്ട്. വിശുദ്ധ അപ്പോളോണിയ 249 കാലഘട്ടത്തിലാണ് വിശുദ്ധ അപ്പോളോണിയ ജീവിച്ചിരുന്നത്. ക്രിസ്ത്യാനികൾ രാജ്യത്തിന് ഭയങ്കര നാശമായിരിക്കുമെന്ന് അലക്സാണ്ട്രിയയിലെ ഒരു കവി പ്രവചിച്ചു. തൽഫലമായി ഈജിപ്ഷ്യൻ ജനത ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടു. മെത്രാസ് എന്നൊരു വൃദ്ധൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത ശേഷം അയാളെ കല്ലെറിഞ്ഞു കൊന്നു. ക്രൈസ്തവ ഭവനങ്ങൾ വിജാതിയർ കവർച്ച ചെയ്തു. അന്നത്തെ മതപീഡനത്തിൽ ഏറ്റവും പ്രഖ്യാതയായ രക്തസാക്ഷിണി വൃദ്ധകന്യകയായ അപ്പോളോണിയ ആണ്. അവളുടെ പല്ല് അവർ അടിച്ചു കളഞ്ഞു. നഗരത്തിന് പുറമെ ഒരു ചിതയുണ്ടാക്കിയിട്ട് അവളോട് പറഞ്ഞു, ക്രിസ്തുവിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ നിന്നെ ജീവനോട് ദഹിപ്പിച്ചു കളയും. വിശുദ്ധയുടെ ഈ പ്രവൃത്തി അനുകരണീയമല്ല. എങ്കിലും ആത്മഹത്യ ആയിരുന്നില്ല അപ്പോളോണിയയുടെ ലക്ഷ്യം. ആരാച്ചാരന്മാർ തന്നെ ചുമന്ന് തീയിലിടേണ്ട സ്വയം ആ ഭാരം നിർവഹിച്ചു കൊള്ളാമെന്നായിരുന്നു അവൾ തീരുമാനിച്ചത്. ഈശോയോടുള്ള സ്നേഹം മാത്രമാണ് തീയിൽ ചാടാൻ അവളെ പ്രേരിപ്പിച്ചത്. ഉത്തമ വിശ്വാസത്തോടെ ചെയ്ത പ്രവൃത്തി ധീരമായ ഒരു സ്നേഹപ്രകടനമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. വിശുദ്ധ അഗസ്റ്റിൻ അവളുടെ സ്വമധേയമുള്ള രക്തസാക്ഷിത്വത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനമായി വിശദീകരിച്ചു. കാരണം ആർക്കും സ്വന്തം മരണത്തിന് കാരണമാകാൻ അനുവാദമില്ല. അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വത്തോടുകൂടി അലക്സാണ്ട്രിയയിലെ മതപീഡനം സമാപിച്ചില്ല. സെറാഫിം എന്ന ഒരു ക്രിസ്ത്യാനിയെ വളരെ മർദ്ദിച്ച ശേഷം മുട്ടുകൾ അടർത്തി പുരയുടെ മുകളിൽ നിന്ന് കീഴോട്ടെറിഞ്ഞു. ഇത്തരം പീഡനങ്ങൾ ഒരു കൊല്ലത്തേക്ക് നീണ്ടുനിന്നു. അലക്സാണ്ട്രിയയിലെ മതപീഡനം വളരെയേറെ രക്തസാക്ഷികളെ സഭയ്ക്ക് പ്രദാനം ചെയ്തു. നമുക്ക് ഇന്നേ ദിവസം ഈ അഭിപ്രായം വിചിന്തനം ചെയ്യാം. ആദിമ ക്രൈസ്തവർ രക്തസാക്ഷിത്വം അന്വേഷിച്ച് അലക്സാണ്ട്രിയയിലേക്കും റോമിലേക്കും മറ്റും പോയിട്ടുണ്ട്. അതിനുള്ള ധീരത നമുക്കില്ലെങ്കിൽ സഹിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും പരിശ്രമിക്കാം. പല്ലുവേദനയുള്ളവരുടെയും ദന്ത ഡോക്ടറുടെയും മധ്യസ്ഥയായിട്ടാണ് തിരുസഭ വിശുദ്ധ അപ്പോളോണിയെ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ അപ്പോളോണിയെ ഈ ലോകത്തുള്ള എല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയുവാൻ, ലോകത്തുള്ള എല്ലാ ജനങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയുവാൻ ഈശോയോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.